മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയും ഏറ്റി ഒരു ദിനമുണ്ടോരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര കെട്ടുകൾ മൂന്നു കെട്ടി കട്ടിലിൽ നിന്നെയും ഏറ്റി ഒരു ദിനമുണ്ടോരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര കാല് കെട്ടി അവിടുന്ന് അരഭാഗം കെട്ടി ഇനി തലഭാഗം കെട്ടാൻ പോകുമ്പോ ആത്മാവ് ഒരു ഭാഗത്തിരുന്നിട്ട് കരഞ്ഞിട്ട് പറയാ വയാ അഹിബ്ബായി വയാ ഇഖ്വാനി എന്റെ സ്നേഹിതരെ എന്റെ കൂടപ്പിറപ്പുകളെ എന്റെ മക്കളെ ഫലാ തസുദ്ദക ഫനറഅസി ഹത്താ അറാ വജ്ഹ അഹ്ലി വഔലാദി എന്റെ തലഭാഗം നിങ്ങൾ കെട്ടാൻ പോവുകയാണോ ഉപ്പമാരെ ഞാൻ പറഞ്ഞു പോകും അങ്ങനെ നിങ്ങളുടെ ആത്മാവ് പറഞ്ഞു പോകും എന്റെ തലഭാഗം കെട്ടാൻ പോവുകയാണോ ഇതെന്റെ അവസാനത്തെ കാഴ്ചയാണ് ആഖിറു റുയതി ഇത് അവസാനത്തെ കാഴ്ചയാണ് ഇനി ഒരു കാഴ്ചയില്ലല്ലോ എന്റെ തലഭാഗം നിങ്ങൾ പൊതിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആര് കാണാനാണ് ആര് കേൾക്കും അവിടെ തലഭാഗം കൂടെ പൊതിഞ്ഞു ഇനി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങാ നേരം ആത്മാവ് അവിടെ നിൽക്കുന്ന എല്ലാവരെയും നോക്കുകയാണ് ഇവിടെ നിൽക്കുന്ന ഉപ്പാ നിങ്ങളുടെ മയ്യത്ത് കൊണ്ടിറങ്ങുമ്പോ നിങ്ങളതാ വിളിച്ചു പറയുന്നു അവിടെ അങ്ങനെ കൂടി നിൽക്കുന്ന എല്ലാവരോടും പറയാണ് ഞാൻ ഇവിടെ നിന്ന് പോവുകയാ എന്റെ പുന്നാര മക്കളെ അനാഥ മക്കളാക്കിയിരിക്കുകയാണ് എന്റെ ഭാര്യയെ ഞാൻ വിധവയാക്കിയിരിക്കുകയാ ഇനി തിരിച്ചു വരൂല്ല എന്റെ പുന്നാര മക്കള് പാപങ്ങളാ ഔലാദി പാപങ്ങളാണ് എന്റെ പൊന്നുമക്കള് അവര് നിങ്ങൾ കുറ്റപ്പെടുത്തല്ലേ അവരൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞ നിങ്ങളവരെ തള്ളിക്കളയല്ലേ ഇന്നെന്റെ ഭാര്യ വിധവയാണ് ഇന്നെന്റെ ഭാര്യ വിധവയാണ് അവളെങ്ങാണം പുറത്തിറങ്ങിയാൽ ഭർത്താവ് ഇല്ലെന്ന് പറഞ്ഞിട്ട് അവളെ നിങ്ങൾ ആക്ഷേപിക്കരുത് നിങ്ങൾ അവളെ മോശക്കാരിയായി ചിത്രീകരിക്കരുത് എന്റെ മക്കളും എന്റെ ഭാര്യയ്ക്ക് വല്ലാത്ത വിഷമത്തില എന്ന് പറഞ്ഞിട്ട് ആരും കേൾക്കില്ലല്ലോ അവിടെ നിന്ന് കൊണ്ടിറങ്ങുമ്പോ വിളിച്ചു പറയുന്നു കൊണ്ടുപോകുന്നവരെ എന്നെ ചുമക്കുന്നവരെ ഒന്നു നിൽക്കാമോ എന്റെ വീട്ടിന്റെ ഉള്ളില് ആരോ കരയുന്നുണ്ട് അതെന്റെ മക്കളാണോ എന്റെ ഭാര്യയാണോ എന്റെ ഉമ്മയാണോ എന്റെ ബാപ്പയാണോ അവരുടെ അവസാനത്തെ ഈ കരച്ചിൽ ഞാനൊന്ന് കേൾക്കട്ടെ ആരും അവിടെ നിർത്തൂല കൊണ്ടു നടക്കുമ്പോ വീട്ടിൽ എപ്പ വന്നാലും തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് യാത്ര ചെയ്തവര് വൈകുന്നേരം വരുമെന്ന് പറഞ്ഞ് യാത്ര ചെയ്തവര് അവസാനം അവര് യാത്ര പറയുന്നു തിരിച്ചു വരാത്ത ഒരു യാത്ര അതാ പോവുകയാണ് അങ്ങനെ എല്ലാവരെയും കൂടെ കണ്ടിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുമ്പോ ഈ മയ്യത്തിനെ ചുമന്ന് കൊണ്ടുപോകുന്നവരെ വിളിച്ചിട്ട് പറയാ വയാ അഹിബ്ബായി എന്റെ സ്നേഹിതരെ എന്റെ കൂട്ടുകാരെ ഫലാ തഗുറന്നകുമുദ് ദുനിയാ കമാ ഗറതനീ എന്നെ ചുമക്കുന്നവരെ എന്നെ ദുനിയാവെന്നെ ചതിച്ചല്ലോ എന്നെ ദുനിയാവെന്നെ വഞ്ചിച്ചല്ലോ ഞാൻ എത്ര വക്കത്തു നിസ്കാരം മുടക്കിയെന്നറിയോ എത്ര നോമ്പ് മുടക്കിയെന്നറിയോ എത്ര സ്വതക്ക മുടക്കിയെന്നറിയോ അല്ലാഹുവേ നന്മകൾ ചെയ്യാറുള്ള സമയം കിട്ടിയിട്ടും നന്മകൾ ചെയ്തിട്ടില്ല വാളിന്റെ മജ്ലിസുകളിൽ എനിക്ക് കടന്നു വരാൻ അവസരം കിട്ടി അവിടെ വെച്ച് ആമീൻ പറയാൻ അവസരം കിട്ടി പക്ഷേ അവിടെ വന്നിട്ട് ഞാൻ അലഞ്ഞു തിരിഞ്ഞു നടന്നല്ല റബ്ബേ നന്മയിലേക്കൊന്നും ഞാൻ കടന്നു പോയിട്ടില്ല അതുകൊണ്ട് അല്ലാഹ്
ഗറന്നകുമുദ് ദുനിയാ കമാ ഗറതനീ. എന്നെ ദുനിയാവ് ചതിച്ചതുപോലെ, എന്നെ വഞ്ചിച്ചതുപോലെ നിങ്ങളെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കൊണ്ടുവന്നിട്ട് പള്ളിയിൽ വെച്ചു. ഉപ്പാ, എന്റെയും നിങ്ങളുടെയും മയ്യിത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ചു. നിസ്കാരം കഴിഞ്ഞു. പെട്ടെന്ന് ചില ആളുകൾ ഇറങ്ങി ഓടുമ്പോ ആത്മാവ് പറയുന്നേ, മനുഷ്യൻ എവിടത്തേക്കായി ഓട്ടം? നിന്നെ പോലെ ഒരുപാട് തിരക്കുള്ളവനായിരുന്നു, ഒരുപാട് ബിസിനസ് ഉള്ളവനായിരുന്നു, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ എല്ലാം മാറ്റിവെച്ചു. ഇനി എനിക്കൊന്നുമില്ല. നിങ്ങൾ പോകല്ലേ. എനിക്ക് അവസാനമായി കിടക്കാനുള്ള വീട്, ആ വീട് കൂടെ കാണാതെ പോകല്ലേ. അങ്ങനെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ ആളുകൾ എന്റെയും നിങ്ങളുടെയും മയ്യത്തിനെ എടുത്തുകൊണ്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ചു. എല്ലാവരും നിൽക്കുകയാണ് വട്ടമായിട്ട്. മണ്ണിൽ നിന്നു ജനിച്ച മനുഷ്യൻ മണ്ണിൽ തന്നെയുടയുന്നു. മനുഷ്യ, നമ്മുടെ ഈ ശരീരത്തെ എടുത്ത് മണ്ണിലേക്ക് അങ്ങ് വെക്കുകയാണ്. ഓരോ പലകയിട്ട് മൂടി, ഒന്നായി, രണ്ടായി, മൂന്നായി. ആരാണ് ഓർക്കുന്നത്? പരം വിധിച്ചുമ്മായിട്ട് ചുങ്കിൽ നടക്കുന്ന ശുചിത്വ നമുക്കുണ്ട്. നാട്ടിലെ കഥയെന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക്. കാട്ടിലാറടി മണ്ണാണ് മേലിൽ വന്നു കിടക്കണ, നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും തണ്ണീരതും ചേർത്തോ മണ്ണതിനാലെ അടവാക്കും വീടവീനെ മാറിലേ. കനമേറും മീസാങ്കല്ലും മണ്ണും അതിലുമീതേ മറമാടും കബറുബഹു ജോറിലേ. ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോ ഉറ്റവരെല്ലാം കരളും പൊട്ടി അകലുമ്പോ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണി എന്നിലാരെന്ന്. അകലുമ്പോ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണി എന്നിലാരെന്ന്. ഭാര്യമാര് പറയുന്നു, റബ്ബേ, എന്റെ പ്രിയപ്പെട്ടവൻ മരിച്ചല്ല റബ്ബേ, ഇനി ആരാ റബ്ബേ എനിക്ക് ദുനിയാവില്? എന്റെ ഗൃഹത്തിൽ ഇനി ആരാ? എന്റെ വീട്ടിൽ ഇനി ആരാ? എന്റെ മക്കളെ നോക്കുന്നതാരാ? എന്നെ നല്ലതുപോലെ കൊണ്ടുവരുന്നവരാരാ? ഒരു ഭാര്യയും പറയൂല എന്റെ ഭർത്താവിന്റെ കബറിന്റെ ഉള്ളിൽ എന്താണ്, അതിന്റെ അവസ്ഥ എന്താണ്. അതുകൊണ്ടാണ് ഉപ്പമാരെ, ഇപ്പൊ സമ്പാദിച്ചാ നമുക്ക് രക്ഷപ്പെടാ. ഇവിടെ വെച്ചുകൊണ്ട് നന്മകൾ ചെയ്തോ, ഇവിടെ വെച്ചുകൊണ്ട് നിസ്കരിച്ചോ, ഇവിടെ വെച്ചുകൊണ്ട് സ്വതക്ക ചെയ്തോ. ഇതുപോലത്തെ നല്ല നല്ല മഖാമുകളിൽ കടന്നു പോയിട്ട് ഔലിയാക്കളുടെ പൊരുത്തക്കേട് പേടിച്ചു വെക്കാതെ, അവിടെ വന്നുകൊണ്ട് ചിരിക്കാനുള്ള സ്ഥലമല്ല, അവിടെ വന്ന് കളിക്കാനുള്ള സ്ഥലമല്ല, അവിടെ വന്ന് നമ്മുടെ മറ്റുള്ള ഉദ്ദേശങ്ങൾക്കുള്ള സ്ഥലമല്ല. അവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണ്. അവിടെ വരുമ്പോ ആദരവോടെ, ബഹുമാനത്തോടെ, വിനയാന്വിതരായിട്ടാണ് നമ്മൾ വരാനുള്ളത്. അതുകൊണ്ട് ഉപ്പമാരെ കൊണ്ടുവന്ന് കബറിലേക്ക് വെച്ചല്ലോ. എല്ലാവരും മണ്ണിട്ട് മോടി പിരിയാവൊരുങ്ങുമ്പോ മക്കളതാ മണ്ണ് വാരിയിട്ട്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറാ എന്ന് പറഞ്ഞ് പിടിമണ്ണ് വാരിയിട്ട് എല്ലാവരും പിരിയുകയാണ്. ഉപ്പാ ചിന്തിക്കുമോ, ഇന്നലെ വരെ
എന്ത് സങ്കടം വന്നാലും വിളിച്ചു പറയാ മക്കളുണ്ട്, ഭാര്യയുണ്ട്, സഹോദരങ്ങളുണ്ട്. ഇന്നെല്ലാവരും കൊണ്ടുവന്ന് ആരുമില്ലാത്തൊരു സ്ഥലത്ത് പള്ളിക്കാട് ഒറ്റയ്ക്ക് പോലും നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള കാടിന്റെ സൈഡിലൂടെ പോകാൻ പേടിയുള്ളവര് അങ്ങനെ ഉള്ള നമ്മളെ കൊണ്ടുവന്നിട്ട് കബറിലങ്ങ് വെച്ചില്ലേ. ഇനി ആരാ നമുക്ക് അവിടെ ഉള്ളത്? നമ്മുടെ ഉപ്പ വന്നിട്ട് കബറിരിക്കോ? ഇല്ലല്ലോ. അതാണ് നമ്മൾ ചെയ്ത അമലുകൾ മാത്രമാ, നമ്മുടെ നന്മകൾ മാത്രമാ, നമ്മുടെ ഏറ്റവും നല്ല ഉപദേശങ്ങളും അത് സ്വീകരിക്കലും മാത്രമാ, നമ്മൾ ഓതുന്ന ഖുർആനിന്റെ മഹത്വമല്ലാതെ ഒന്നുമില്ലല്ലോ. വിളിച്ചു പറയുന്നു, മക്കളെ ഈ വാപ്പാനെ മറക്കല്ലേ, ഈ ഉമ്മാനെ മറക്കല്ലേ എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു പോകുമെന്ന് പറയുമ്പോ മരണം മൗനിയായ ഉപദേശകനാ എത്ര ആളുകളെ കൊണ്ടുവന്ന പള്ളിപ്പറമ്പിൽ വെച്ചു. ആ കബറിന്റെ അവസ്ഥ പോലും നമുക്കറിയില്ല. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം 2. അല്ലാഹ് കൊണ്ടുവന്ന് കബറിൽ വെച്ചു. ബാപ്പാന്റെ പുറത്ത് മണ്ണിട്ട് പിരിഞ്ഞു പോയ മക്കള്. ഒന്നാമത്തെ ദിവസം ബാപ്പയുടെ വയറ് പൊങ്ങി, രണ്ടാമത്തെ ദിവസം പൊങ്ങി വന്നു. ഇനി പൊങ്ങാൻ സ്ഥലമില്ല. പാപ്പലകയിലങ്ങ് മുട്ടിയ ആ വയറങ്ങു പൊട്ടിയിലേ ഉപ്പാ. അത് പൊട്ടി കബർ നിറഞ്ഞതത്ഭുതമല്ലേ. അത് കണ്ടു കരയാനും ഒരാൾ അവർക്കില്ലേ. കാണുന്ന മാർഗമടഞ്ഞതത്ഭുതമല്ലേ. കാല് തളർന്ന ഉമ്മ കിടക്കുന്നെങ്കിൽ ഉമ്മ ശരീരത്തീച്ച പറ്റുമ്പോ മക്കളെ വന്ന് തുണിയെടുത്ത് പുറത്തിടും. കബറിന്റെ ഉള്ളിൽ ഉമ്മാന്റെ ശരീരത്തുകൂടെ കണ്ണിലൂടെ പുഴുക്കളെ കയറിയിറങ്ങുമ്പോ അല്ലാഹുവേ ആരാണ് ഓർക്കുന്നത്? ആരാണ് ചിന്തിക്കുന്നതില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും നല്ല നന്മ, ഏറ്റവും നല്ല ഉപദേശം അത് മരണമാണ്. അതുകൊണ്ടാണ് യൂസുഫ് നബിയെ സലീഹ ബീവി പിടിച്ചപ്പോ സുലൈഹ ബീവി പറഞ്ഞു, യൂസുഫേ മാ ഹസന ഐനൈക്, നിങ്ങളുടെ കണ്ണ് കാണാൻ എത്ര ചന്തമാ, ചുണ്ടം രസമാണ്, നിങ്ങളുടെ മുഖം എന്ത് വർണ്ണനീയമാണ്. ആ സമയത്ത് പറഞ്ഞു, സലീഹ കബറിൽ കൊണ്ടുവച്ചാൽ അടർന്നു പോന്ന എന്റെ മുടിയെ പറ്റിയാണോ പറയുന്നത്? ചുണ്ടിനെ പറ്റിയാണോ പറയുന്നത്? ആ കബൽ കൊണ്ടുവച്ചാ പിന്നെ ഗുഹയല്ലേ സലീഹ, അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് നന്മയാകണോ, നന്മയിലേക്ക് വരണോ? സഹോദരങ്ങളെ ഞാൻ ചുരുക്കുകയാണ്. അതുകൊണ്ട് നന്മ നിറഞ്ഞ മനസ്സോടെ, നന്മ നിറഞ്ഞ സന്തോഷത്തോടെ കടന്നു വരാ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മരണത്തെ പറ്റി ഓർത്തിട്ട് ജീവിതം മെച്ചപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് എപ്പോഴും ആ ഒരു ചിന്ത വേണം. സഹാബത്തിന്റെ മുമ്പിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുകൊണ്ട് സഹാബ നിങ്ങൾക്ക് പുഞ്ചിരിച്ച് മരിക്കണ്ടേ, ആ മരണത്തെ പറ്റി ഒന്നോർത്താൽ മതിയല്ലോ സഹാബ. പിന്നെയോ, പിന്നെ അവിടെ നിന്ന് പഠിപ്പിച്ച 3 കാര്യം. പിന്നെ തൗബത്തു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള തൗബയാണ്. മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമാണ്. കുടുംബ ബന്ധത്തെ ചേർക്കലാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ടുവന്നാൽ ഞാൻ വിശദീകരിക്കുന്നില്ല. വിട പറയുന്ന സമയത്ത് ലാഹിക മസ്റൂറാ, പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുമെന്ന്. ഉപ്പമാരെ, ഉമ്മമാരെ, ആ ഒരു ഓർമ്മ എന്റെയും നിങ്ങളുടെയും കൽവിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് രക്ഷപ്പെടാൻ, നമ്മുടെ അമാലുകൾ ശരിയാക്കാൻ, നമ്മുടെ നിസ്കാരം ശരിയാക്കാൻ, നമ്മുടെ നോമ്പുകൾ ശരിയാക്കാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.